എല്ലാ നെല്ലെടുപ്പ് സീസണിലും അല്ലെങ്കിൽ കൊയ്യുന്ന സീസണിലും ഈ സംഭരണം വൈകുന്നു എന്നുള്ള പരാതി വരുന്നത് നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇത് സ്വകാര്യ മില്ലുകാരെ സഹായിക്കാനാണ് എന്നുകൂടി കർഷകർ ആരോപിക്കുന്നുണ്ട്. ഓരോ വർഷവും നെല്ല് സംഭരിക്കുന്നതിന് ആവശ്യമായ തുക ബജറ്റിൽ വകയിരുത്തണം. ഇത് ദീർഘകാല ആവശ്യമാണ്. അത് ഇതുവരെ നടപ്പായിട്ടുമില്ല. ടി വി പ്രസാദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ്. ഈ പ്രശ്നം എങ്ങനെയാണ് തീർക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്? കർഷകർക്കൊപ്പമാണ് എന്ന് മന്ത്രി ഭംഗ്യന്തരേണ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും മില്ലുടമകൾ പ്രായോഗികമായിട്ടുള്ള നിലപാട് മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. സുജയ, ഇത് എങ്ങനെ പരിഹരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു കൃത്യമായ തീരുമാനം സർക്കാർ ഭാഗത്തുനിന്ന് അറിയിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്വകാര്യ മില്ലുടമകൾ വീഴ്ചയ്ക്ക് ഒരു കീഴടങ്ങലിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവർ പിടിച്ച പിടിയാലെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ കർഷകർ അവരുടെ സ്റ്റാൻഡിൽ നിൽക്കുന്നു. കർഷകരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കൊയ്ത്ത് തീരാറായ ഘട്ടത്തിലും അവിടെ നെല്ല് അങ്ങനെ കൂടിക്കിടക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ വലിയ തോതിലാണ് ഇവരിൽ നിന്ന് കിഴിവ് ഈടാക്കുന്നത്. അത് അവരെ സംബന്ധിച്ച് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, എല്ലാ സംവിധാനവും സർക്കാർ ചെയ്യുമ്പോഴും സ്വകാര്യ മില്ലുകളെ ആശ്രയിക്കേണ്ടി വരുമ്പോഴാണ് ഈ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. ആ നെല്ലിൻ്റെയും അരിയുടെയും തമ്മിലുള്ള അനുപാതം, ആ അനുപാതത്തിൻ്റെ ഭാഗമായി മില്ലുടമകൾ പറയുന്ന 64.5 സർക്കാർ പറയുന്ന 68, അതിനിടയിലുള്ള ഗ്യാപ്പ് തരാതെ, അത് സർക്കാർ തരാതെ നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നാണ് സ്വകാര്യ മില്ലുടമകൾ പറയുന്നത്. സുജയ, ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ ദിവസവും വൈകുന്തോറും അതിൻ്റെ നേട്ടം എന്നുള്ളത് സ്വകാര്യ മില്ലുകാരനാണ്. കാരണം ഓരോ ദിവസം വൈകുന്തോറും അത് മഴയും മറ്റ് കാരണങ്ങളും പറഞ്ഞ് അവർ കിഴിവിൻ്റെ അളവ് കുറയ്ക്കും. ഉദാഹരണം, 1 ക്വിൻ്റൽ നെല്ലെടുക്കുന്ന സമയത്ത് അവർ ഒരു 90 കിലോ അല്ലെങ്കിൽ 85 കിലോ വെച്ചിട്ടേ അത് കൂട്ടുകയുള്ളൂ. കാരണം മഴ നനഞ്ഞ് ഈർപ്പമുണ്ട്, അല്ലെങ്കിൽ ഉണങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ കർഷകരെ അവർ പറ്റിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും വൈകുന്നതിനനുസരിച്ച് അതിൻ്റെ നേട്ടം സ്വകാര്യ മില്ലുകാരനുണ്ട്. ഓരോ ദിവസം വൈകുന്നതിനനുസരിച്ച് അതിൻ്റെ വലിയ നഷ്ടം സംഭവിക്കുന്നത് കർഷകനുമാണ്. ഇതിനിടയിൽ ഈ പറയുന്ന ധനമന്ത്രിയും അതുപോലത്തെ ധനവകുപ്പും കൃഷിവകുപ്പും പൊതുവിതരണ വകുപ്പും എല്ലാവരും യോജിപ്പിച്ചുള്ള യോഗം നടത്തിയിട്ട് പോലും അതിന് കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്താൻ സർക്കാർ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് ഫോർമുല എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരം ഇപ്പോഴും ലഭ്യവുമല്ല സുജയ. ഓക്കെ, താങ്ക് യു ടി വി പ്രസാദ്. ഒരു തീരുമാനവുമായിട്ടില്ല. അവരുടെ ആ നെല്ല് കെട്ടിക്കിടക്കുന്നത് അധികൃതർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയാണ് കാണിച്ചു തന്നത്.